സിനിമാ ചിത്രീകരണത്തിനിടെ അപകടം സംഭവിച്ചിരിക്കുന്നു. കാറ് മറിഞ്ഞ് നടന്മാരായ അർജുൻ അശോകനും സംഗീത് പ്രതാപിനും പരിക്കേറ്റു എന്നുള്ളതാണ്. എം ജി റോഡിൽ പുലർച്ചെ 1:30-ക്കാണ് അപകടം നടന്നതെന്ന് അറിയുന്നു. റൊമാൻസ് എന്ന ചിത്രമായിരുന്നു. അതിൻ്റെ ഒരു ചേസിങ് സീൻ സാധാരണഗതിയിലൊക്കെ ഈ ഡ്യൂപ്പിനെയൊക്കെ വെച്ചാണ് അത് ചെയ്യാറ്, വിദഗ്ധരെ വെച്ചിട്ടാണ് അത് ചെയ്യാറ്. പക്ഷേ എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല. 2 ബൈക്ക് യാത്രക്കാർക്കും പരിക്കേറ്റതായി വിവരമുണ്ട്. നമുക്ക് വിവരങ്ങൾ നൽകുന്നത് കൊച്ചിയിൽ നിന്ന് കിരൺ കുമാറാണ്. ചോദിക്കാം കിരണിനോട്. കിരൺ, നമസ്തേ, ഗുഡ് മോർണിംഗ്. എന്താണ് സംഭവിച്ചത്? എങ്ങനെയാണ് ഈ അപകടം സംഭവിച്ചത്? സാധാരണഗതിയിൽ ഒരു ഷൂട്ടിംഗ് ഒക്കെ നടക്കുമ്പോൾ അത്രയധികം അവർ സുരക്ഷയൊക്കെ നോക്കാറുണ്ട്. ഇതെങ്ങനെ സംഭവിച്ചു? എന്താണ് അവരുടെ അവസ്ഥ? പരിക്കിൻ്റെ അവസ്ഥ എന്താണ്? വീണ, ഇന്ന് പുലർച്ചെ 1:30 ഈ അപകടം ഉണ്ടായത്. ഈ എം ജി റോട്ടിൽ വെച്ച് ഈ ബ്രൊമാൻസ് എന്ന ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് നടക്കുകയായിരുന്നു. ഇതിനിടയിലാണ് കാറ് നിയന്ത്രണം വിട്ട് മറിയുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതായത് ഈ ചിത്രത്തിലെ ചേസിങ്ങുമായി ബന്ധപ്പെട്ടുള്ളൊരു സീനായിരുന്നു ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഇതിനിടയിലായിരുന്നു കാറ് നിയന്ത്രണം വിട്ട് സമീപത്തുണ്ടായിരുന്ന ബൈക്ക് യാത്രക്കാരെ ഇടിക്കുകയും പിന്നീട് കാറ് മറിയുകയുമായിട്ടുള്ള സാഹചര്യം ഉണ്ടായിരുന്നത്. ഈ സമയത്ത് ഷൂട്ടിങ്ങിനുമായി ബന്ധപ്പെട്ട് വണ്ടിയിലുണ്ടായിരുന്നത് 2 നടന്മാരും, അതായത് അർജുൻ അശോകനും ഒപ്പം തന്നെ സംഗീത് പ്രതാപനും, കൂടാതെ ഇവരുടെ സിനിമയുടെ സ്റ്റണ്ട് മാസ്റ്ററുമാണ് ഉണ്ടായിരുന്നത്. സ്റ്റണ്ട് മാസ്റ്റർ ആയിരുന്നു വാഹനം ഓടിച്ചിരുന്നത്. ഇത് ഈ എം ജി റോട്ടിലെ ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നത് ഈ അപകടത്തിൻ്റെ അപകടത്തിന് ശേഷം ഈ കാറിൻ്റെ ചില്ലുകളൊക്കെ പൊട്ടിക്കിടക്കുന്നതാണ്. വളരെ ദൂരെയോട് ഏകദേശം 10-20 മീറ്ററോളം തന്നെ ഈ ചില്ലുകളൊക്കെ പൊട്ടിത്തെറിച്ച് വീഴുന്ന ഒരു സാഹചര്യമാണ് ഇന്നലെ ഈ അപകടത്തിൽ ഉണ്ടായിരുന്നത്. ഈ സമീപത്ത് തന്നെ, അതായത് ഈ മെട്രോ പില്ലർ സമീപത്തുനിന്ന് വണ്ടി നിയന്ത്രണം വിട്ട് തെന്നി മാറുകയും അടുത്തുണ്ടായിരുന്ന ഒരു ഹോട്ടലിന് സമീപത്ത് നിന്നിരുന്ന 2 ബൈക്ക് യാത്രക്കാരെയാണ് വാഹനം ഇടിച്ചത്. അതിൽ ഒരാൾ ഫുഡ് ഡെലിവറി ആയിട്ടുള്ള അതുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്ന ഒരു ജീവനക്കാരനാണ്, മറ്റൊരാൾ ഒരു യാത്രക്കാരനാണ്. ഇങ്ങനെ 5 പേർക്കാണ് ഇന്നലെ ഈ അപകടവുമായി ബന്ധപ്പെട്ട് പരിക്കേറ്റത്. ഇവരെല്ലാം തന്നെ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ആരുടെയും പരിക്ക് ഗുരുതരമല്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്നലെ ഈ അപകടം ഉണ്ടായതിന് തൊട്ടു പിന്നാലെ തന്നെ നാട്ടുകാരെല്ലാം ചേർന്നുകൊണ്ട് തന്നെയാണ് ഈ വാഹനത്തിലുണ്ടായിരുന്ന ആളുകളെല്ലാം പുറത്ത് എത്തിക്കാൻ സാധിച്ചത്. പുറത്തെത്തിക്കുമ്പോൾ തന്നെ വലിയ രീതിയിലൊന്നും തന്നെ ഇവർക്ക് പരിക്കേറ്റിരുന്നില്ല. ഏതായാലും ഇവരെ ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഇവരുടെ ആരോഗ്യനില തൃപ്തികരമാണ് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. വീണ, ശരി കിരൺ, അത് ആശ്വാസമാണ് അങ്ങനെ കേൾക്കുന്നത്. പക്ഷെ എങ്കിൽ പോലും നോക്കൂ, എന്തൊരു ആശങ്കയാണ്. നമ്മൾക്ക് ഒരുപാട് ഇഷ്ടമുള്ള യുവ നടന്മാരെ അവർ ഇത്രയും റിസ്ക് എടുത്ത്, ഒരുപക്ഷെ അത് ആ സീൻ്റെ പെർഫെക്ഷന് വേണ്ടിയിട്ടായിരിക്കാം, പക്ഷെ എങ്കിൽ പോലും റിസ്ക് എടുക്കരുത്. ഇത് മാത്രമല്ല കൃത്യമായ സുരക്ഷാ സംവിധാനങ്ങൾ ഏർപ്പെടുത്തേണ്ട ആവശ്യകത അനിവാര്യം തന്നെയാണ്. ഇതിലൊക്കെ വൈദഗ്ധ്യം നേടിയ ആളുകളുണ്ട്. അവരാണ് ഈ ഡ്യൂപ്പായി സാധാരണ അവരുടേത് മുഖം നമ്മൾ കാണുന്നില്ലെന്നേ ഉള്ളൂ, പക്ഷെ അവർക്ക് നന്നായി ഇതിന് നല്ല പരിശീലനം ട്രെയിൻഡ് ആണ്. അതെ, അപ്പൊ അങ്ങനെയുള്ള ആളുകൾ ചെയ്യട്ടെ എന്ന് നമുക്ക് കരുതാൻ കഴിയുകയുള്ളൂ, അല്ലേ?